നമ്മൾ ഒരാളോട് സോറി എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ വിശ്വസിക്കും. സോറിയുടെ കൂടെ ചെറിയൊരു ഇമോഷണൽ സെന്റി മ്യൂസിക് കൂടി ഇട്ടാൽ ഓക്കെയാണ്. സോറി, ഞാൻ അങ്ങനെ ചെയ്യും. അതോടുകൂടി ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് ഫ്ലാറ്റ്. ഇങ്ങനെ വർഷങ്ങളായി പലരെയും പറ്റിച്ച് നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ഡയലോഗിൽ കർത്താവിനെ വീഴ്ത്താമെന്ന് വിചാരിക്കരുത്. കർത്താവ് മോളെ ഹലോ, നിന്റെ ഉള്ളെനിക്കറിയാം, നിന്റെ ഉള്ളിലിരിപ്പ് എനിക്കറിയാം. കുമ്പസാരം പൂർണ്ണമാകാത്തതിന്റെ കാരണം പാപത്തിന്റെ ലിസ്റ്റ് ചെറുതായതുകൊണ്ടല്ല, എല്ലാം എഴുതിയിട്ടുണ്ട്. ഉള്ളിൽ ആഴമേറിയ അനുതാപം ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ അത് ഏറ്റു പറയുമ്പോൾ ഈശോ നോക്കുന്നത് നിങ്ങൾ പറച്ചിലിന്റെ ഭംഗിയല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയെ വേദനിപ്പിച്ചല്ലോ എന്ന ചിന്തയുണ്ടോ, പൂർണ്ണമായിട്ട് എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടോ നോക്കും. ഹല്ലേലൂയ. ഒന്ന് വലുതര വരുത്തി പിടിക്കാമോ? ഒന്ന് കണ്ണടച്ചേ. എപ്പോഴെങ്കിലും കള്ള കുമ്പസാരം നടത്തിയിട്ടുണ്ടോ? കുമ്പസാരിക്കാൻ പേടിയുണ്ടോ? എല്ലാം തുറന്നു പറയാറുണ്ടോ? പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം നടത്താൻ ആഗ്രഹിക്കാമോ? എല്ലാം ഏറ്റുപറയാൻ ആഗ്രഹിക്കാമോ? ഇതുവരെ നടത്താത്ത പോലെ. അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, പാപത്തിന്റെ എല്ലാ വേരുകളോടുകൂടെ അവിടെ നമ്മളെ സുഖപ്പെടുത്തും. സ്വർഗത്തിൽ എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടൊപ്പം ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹം അവരനുഭവിക്കുന്നത് പോലെ നമുക്ക് കിട്ടും. ഫൗസ്റ്റീനാമയ്ക്ക് കിട്ടിയ സന്തോഷം നമുക്കുണ്ടാവും. ജോൺ പോൾ പാപ്പയ്ക്ക് കിട്ടിയ സന്തോഷം, കാർലോ അക്കൂട്ടിസിന് കിട്ടിയ സന്തോഷം, അതേ സന്തോഷം നമുക്ക് കിട്ടും. മദർ തെരേസയ്ക്കുള്ള സന്തോഷം, കൊച്ചുരസ്യ പുണ്യാളത്തിക്കുള്ള സന്തോഷം, എബ്രാസ്യമ്മയ്ക്കുള്ള സന്തോഷം, മറിയന്ത്രേസ്യാമയ്ക്കുള്ള സന്തോഷം, വിശുദ്ധരനുഭവിക്കുന്ന ത്രിത്വൈക ദൈവത്തിന്റെ അതേ സ്നേഹം നമ്മൾ അനുഭവിക്കണം. അതിനതുപോലെ ഹൃദയം തുറക്കണം. ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ഈശോയെ, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. കൈകൾ താക്കാം.